ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡിന്നർ ആക്കുന്നുണ്ട് കേട്ടോ, ബ്രോസ്റ്റഡ് ചിക്കൻ ആക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തുടങ്ങി അതിൻ്റെ ചെറിയ ചെറിയ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആക്കി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓവർനൈറ്റാണ് ചിക്കൻ ശരിക്കും മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. പക്ഷേ ഞാനൊരു ഉച്ചയായപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്, എന്നിട്ട് രാത്രി ഫ്രൈ ചെയ്യാനുള്ള പാകത്തിന് അങ്ങനെ ചിക്കൻ്റെ വിങ്സാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. ബ്രോസ്റ്റഡിന് ഒന്നല്ലെങ്കിൽ തൈസ് അതല്ലെങ്കിൽ ചിക്കൻ്റെ ലെഗ് പീസ് മാത്രമായിട്ടൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത്. അതല്ലെങ്കിൽ നോർമൽ ഒരു ചിക്കൻ ഫ്രൈ കട്ട് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എൻ്റെ അടുത്ത് തൈസാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊരു 900 ഗ്രാമോളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ, എന്നാലാണ് മസാലയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഒറിഗാനോ, തൈം, പാപ്രിക്ക പൗഡർ, പാപ്രിക്ക ഇല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്താലും മതി, കുറച്ച് ചില്ലി ഫ്ലേക്സ് ആവശ്യത്തിന്, സോയാ സോസ്, പിന്നെ സോൾട്ട്, ഒരു എഗ്ഗ്, പിന്നെ ബട്ടർ മിൽക്ക് അത് കുറച്ച് കൂടുതൽ വേണം കേട്ടോ. പിന്നെ നമ്മളെടുക്കുന്ന ചിക്കൻ്റെ അളവും ക്വാണ്ടിറ്റിയൊക്കെ അനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യുന്ന സംഭവങ്ങളുടെ ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. അപ്പോൾ അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എഗ്ഗ് ആഡ് ചെയ്താൽ മതി, പക്ഷേ ഞാൻ കുറച്ച് നേരത്തെ തന്നെ ആ ഒരു മാരിനേഷൻ്റെ സമയത്ത് തന്നെ ഓർക്കാതെ ആഡ് ചെയ്ത് കേട്ടോ. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഇനി ഈവനിങ് ആണ് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു 11 മണി സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിനെയും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ലഞ്ചിന് എനിക്ക് ചോറും തലേദിവസത്തെ സാമ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫിഷ് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അയില, ചെറിയ ടൈപ്പ് അയില ഉണ്ടല്ലോ, അപ്പോൾ അത് മസാല വെച്ചത് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെമ്മീനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഹാറൂനും ആസിമിനും മുട്ടയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതും ഒന്ന് പൊരിച്ചൊക്കെ എടുത്തിട്ട് ഞാൻ പിള്ളേർക്ക് ചോറൊക്കെ കൊടുത്തിട്ടോ. പിന്നെ KFC കഴിക്കുമ്പോൾ നമുക്കെപ്പോഴും ഇഷ്ടമുള്ളൊരു സംഭവം ഉണ്ട് കോൾസ്ലോ. ഞാനും ഇക്കായും ഹംദാനും കോൾസ്ലോയ്ക്ക് വേണ്ടിയിട്ട് എന്നും ഇടിയായിരിക്കും കേട്ടോ. പക്ഷെ വാങ്ങുന്ന സമയത്ത് കുറച്ച് എക്സ്ട്രാ വാങ്ങിക്കാനാണെങ്കിൽ മറന്നും പോകും. അവരാണെങ്കിൽ അളന്ന് കുറച്ചൊരു ചെറിയ ക്വാണ്ടിറ്റിയിലല്ലേ തരിക. അപ്പോൾ എന്തായാലും കോൾസ്ലോയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബ്രോസ്റ്റഡിൻ്റെ കൂടെ നല്ല മാച്ച് ആവുമല്ലോ. ബർഗറും ഓൾറെഡി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ക്യാബേജ് ഒരു ഹാഫ് പീസ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതും, അതിലേക്ക് അതിനേക്കാളും 1/4 പോർഷൻ ക്യാബേജ് എടുക്കുന്നതിൻ്റെ വളരെ കുറച്ച് പോർഷൻ കുറച്ച് ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്ത് നന്നായിട്ട് ക്ലോസ് ചെയ്ത് അതും ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് മയോണൈസാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി വീട്ടിൽ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കുറച്ച് മയോണൈസും ആക്കി എടുക്കുന്നുണ്ട്. ഒരു മുട്ട, ഒരു 1/2 ടീസ്പൂൺ സോൾട്ട്, 1 ടീസ്പൂണോളം ഷുഗർ, പിന്നെ ഒരു 2 പീസ് വെളുത്തുള്ളി, കുറച്ച് വിനീഗറും ഇട്ടിട്ട് ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ആഡ് ചെയ്യുക കേട്ടോ. ഓയിൽ കുറച്ച് കൂടുതൽ വേണ്ട വരും, അറിയാലോ മയോണൈസിൽ അത്യാവശ്യം ഓയിൽ കണ്ടൻറ്റ് കൂടുതലാണ്. അങ്ങനെ നന്നായിട്ട് തിക്കായി വന്നപ്പോൾ ഞാനത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ഷുഗർ ആഡ് ചെയ്യണം കേട്ടോ. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. കോൾസ്ലോയിലുള്ള ആ ഒരു സ്വീറ്റ് അറിയാലോ, അപ്പോൾ അതനുസരിച്ച് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്ത് അതും മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. കഴിക്കുന്ന സമയത്തേ ഞാൻ മിക്സ് ചെയ്യുന്നുള്ളൂ. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഹംദാൻ മദ്രസയിലേക്ക് പോയിട്ടുണ്ട്. ഹാറൂന് പനി ആയതുകൊണ്ട് പോയിട്ടില്ല, ആൾ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ നേരത്തെ തന്നെ എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിന്നറിൻ്റെ സമയമാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹാസിമും ഹാറൂനും ഉറങ്ങിയിട്ടുണ്ട്. രണ്ടുപേരെ ഞാൻ കിടത്തി ഉറക്കിയിട്ടാണ്. ഹാറൂൻ ഓൾറെഡി കിടക്കുകയാണെന്നും പറഞ്ഞിട്ട് പോയി കിടന്നു, കാരണം നല്ല ക്ഷീണമുണ്ട് ആൾക്ക്. അപ്പോൾ കൂടെ ഹാസിമും പോയി കിടന്ന് രണ്ടുപേരും അങ്ങനെ ഉച്ചയുറക്കത്തിലാണ്. ഹംദാൻ മദ്രസയിലും പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ അടുത്ത പണിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ള പണി എന്ന് പറഞ്ഞാൽ കോട്ടിങ്ങിന് വേണ്ട സംഭവങ്ങൾ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, അത്രയും സെയിം ക്വാണ്ടിറ്റി തന്നെ കോൺഫ്ലവർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒറിഗാനോ, പാപ്രിക്ക, ചില്ലി ഫ്ലേക്സ് എല്ലാം കൂടി ഒന്ന് സീവ് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ക്വാണ്ടിറ്റി വളരെ കുറവായിട്ട് തോന്നി, ചിക്കൻ്റെ അത്രയും ക്വാണ്ടിറ്റി ഇല്ല. അപ്പോൾ ഞാൻ അത്രയും തന്നെ ഒന്നും കൂടി എടുത്തിട്ട് അതും കൂടി ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, സെയിം ക്വാണ്ടിറ്റി തന്നെ. പിന്നെ ചിക്കൻ്റെ വിങ്സ് ആയതുകൊണ്ട് കഴിക്കാനായിട്ട് പീസ് ഉണ്ടാവുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. കാരണം അതിൽ എല്ലാണല്ലോ കൂടുതൽ. പക്ഷെ കോട്ടിങ്ങും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കോൾസ്ലോയും ഒക്കെ കൂടി വന്നപ്പോൾ അത് പാകത്തിന് ഉണ്ടായിരുന്നു.
പിന്നെ ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ മിൽക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൈര് എടുത്തിട്ട് അതിലേക്ക് വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ച് അത്രയും ക്വാണ്ടിറ്റി തന്നെ 1 കപ്പ് തൈരാണെങ്കിൽ 1 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതും വെക്കുന്നുണ്ട്. പിന്നെ ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാമല്ലോ ബ്രോസ്റ്റഡിൽ കോൺഫ്ലെക്സ് ആണ് വേണ്ടത്. അപ്പോൾ കോൺഫ്ലെക്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതും പൊടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നേരത്തെ തന്നെ നമ്മൾ ചിക്കൻ കോട്ട് ചെയ്ത് വെക്കരുത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടൂല കേട്ടോ, ഒരു ക്രഞ്ചിനെസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴാണോ നമ്മൾ ഫ്രൈ ചെയ്യാൻ വിചാരിക്കണത് ആ കറക്റ്റ് സമയത്ത് ചിക്കൻ എല്ലാത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആദ്യം മൈദയുടെ മിക്സിൽ മുക്കുക, പിന്നെ ബട്ടർ മിൽക്കിൽ മുക്കിയിട്ട് അഗെയിൻ മൈദയുടെ മിക്സിൽ ഒന്നും കൂടി മുക്കിയെടുത്തിട്ട് പിന്നെ കോൺഫ്ലെക്സ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയമാകുമ്പോൾ അതങ്ങോട്ട് റെഡിയാക്കി എടുക്കാമല്ലോ. അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായിട്ട് ഒപ്പിക്കലും പരിപാടികളാണ് കേട്ടോ. അപ്പോൾ ഹംദാന് 2 ദിവസം സാമ്പാറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വേറെ ഒന്നുമില്ല ഉമ്മി, വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൂടി ഉമ്മിക്ക്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഫുള്ള് പരാതിയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് തീരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൺഡേ KFC ഉണ്ടാക്കി തരാം, ബ്രോസ്റ്റഡ് ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആൾ മദ്രസയിൽ പോയി വന്ന ഉടനെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു. വൈകുന്നേരം ഒരു 5:30-6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചായക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ ഓയിലും ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി. ഇനി ഓയിൽ ചൂടാക്കി അതിലേക്ക് ചിക്കൻ ഇടേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഹംദാൻ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു ചായ കുടിക്കാമെന്നൊക്കെ വിചാരിച്ച് പിള്ളേർക്കും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ വീക്കെൻഡ്സ് ആണെങ്കിൽ ചായക്ക് എല്ലാവർക്കും ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. ഹാസിമിന് ഞാൻ കൊടുത്ത് ശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അവനും ഒരു ദിവസം ടേസ്റ്റ് നോക്കി പിന്നെ ആളും അതിൻ്റെ ഫാനായിട്ടാണ്. ഭയങ്കര ഇഷ്ടമാണ് ചായ. ഞാൻ കുടിക്കുകയാണെങ്കിൽ അങ്ങനെ അത്ര വലിയ പ്രശ്നമില്ല, പക്ഷെ ഹംദാനോ ഹാറൂനോ കൊടുക്കുകയാണെങ്കിൽ ആളും ഗ്ലാസ്സായിട്ട് വരും, ആൾക്കും വേണ്ട വരും. അപ്പോൾ എല്ലാവർക്കും കൂടി ചായ അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേനും ബാങ്കൊക്കെ കൊടുത്തിട്ട് ഒരു 6:50 ഇവിടെ മഗ്‌രിബിൻ്റെ ടൈം. നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ആ ഉടനെ തന്നെ ഹംദാനും ആ സമയത്ത് തന്നെ വരും കേട്ടോ മദ്രസയിൽ നിന്ന്. അങ്ങനെ ഉടനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് ഓൾറെഡി എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കുറച്ച് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മുമ്പേ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തിറക്കി വെക്കാം കേട്ടോ. തണുപ്പേപ്പാട് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി പെർഫെക്റ്റ് ആവണമെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ തന്നെ പുറത്തേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് അത് മൈദയുടെ മിക്സിൽ ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട്. എന്നിട്ട് കൂടുതലുള്ളത് ഒന്ന് കുടഞ്ഞ് കളഞ്ഞതിന് ശേഷം നമ്മളുടെ ബട്ടർ മിൽക്കിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. പിന്നെ ഒന്നുകൂടി മൈദയുടെ മിക്സിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം കോൺഫ്ലെക്സിൽ ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇപ്പോഴത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 6 പീസോളം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കോൺഫ്ലെക്സ് അതിൽ നന്നായിട്ട് കോട്ടായിട്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബട്ടർ മിൽക്ക് 1-2 ടേബിൾ സ്പൂൺ മുകളിലൊന്ന് കുടഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതങ്ങനെ നല്ല സെറ്റായിട്ടിരുന്നോളും. എന്നിട്ട് നല്ല ചൂടായി ഓയിലെന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോൺഫ്ലെക്സ് ഭയങ്കരമായിട്ട് കരിഞ്ഞു പോവും. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എടുക്കണ സമയമാവില്ലേ, ഫ്രൈ ആയിന്ന് ഉറപ്പായിട്ട് എടുക്കണ സമയമാകുമ്പോൾ നന്നായിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം കേട്ടോ. ഓയിൽ ഒരുപാട് കുടിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷമാണ് അതിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടത് കേട്ടോ. അപ്പോൾ എന്ത് സംഭവം ഉണ്ടാക്കുമ്പോഴും ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് പരതും കേട്ടോ. അപ്പോൾ ഇത് ഹാഫ് കിച്ചൺ ടെയിൽസ് ബൈ നീതു എന്നുള്ള ആ ഒരു യൂട്യൂബ് ചാനലുണ്ടല്ലോ, അതാണ്. ഹാഫ് ഞാനൊരു ഷോർട്സിൽ നിന്നുള്ള പോർഷനാണ് കേട്ടോ എടുത്തേക്കണത്. അപ്പോൾ രണ്ടും കൂടി മിക്സായിട്ടാണ് ഞാനിത് ചെയ്തെടുത്തേക്കണത്. പിന്നെ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഫ്ലേവറുകൾ ആഡ് ചെയ്യണം, നമുക്ക് കുറച്ച് ബ്രോസ്റ്റഡ് അഥവാ നോർമലായിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കില്ല, ഒരുപാട് എരിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ മൈദയുടെ മിക്സിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യുക. കുറച്ച് സ്പൈസി ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തെടുക്കാം. നന്നായിട്ട് ഓയിൽ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കനൊക്കെ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടായി എന്നും ഉറപ്പാവണം. അതേപോലെ ചിക്കൻ കുറച്ച് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വെക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ കോട്ടിങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഒരു 3-4 മിനിറ്റ് കഴിയുന്നതനുസരിച്ച് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ കോൺഫ്ലെക്സ് കരിഞ്ഞു പോവും.
പിന്നെ അകം നന്നായിട്ട് വേവേം വേണമല്ലോ, അപ്പോൾ അതനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അതങ്ങനെ അങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഹംദാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ KFC കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനുള്ളത് ഞാൻ പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് കോൾഡ് സ്ലോയും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാബേജും എല്ലാത്തിലേക്കും ഒരുമിച്ച് മിക്സ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മയോണൈസിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് എത്രത്തോളം ക്യാബേജ് വേണോ അത്രയും അത് ആഡ് ചെയ്തിട്ട് അതും കോൾഡ് സ്ലോയും ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് രാവിലെ സ്കൂളിലേക്കും കൊടുത്തേക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സംഭവം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഡിന്നർ വേണ്ടല്ലോ. ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ പിള്ളേർക്ക് തന്നെ ഫുഡ് കൊടുത്തിട്ട് കിടത്താമെന്നാട്ടോ വിചാരിക്കണേ. സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു ഡിന്നർ ടൈം ഈ ഒരു 8 മണി ആ ഒരു സമയമായിരിക്കും. ശരിക്കും അങ്ങനെ തന്നെയാണല്ലോ കഴിക്കേണ്ടത്. പക്ഷെ ഞങ്ങളങ്ങനെയല്ല കേട്ടോ. ഇത് ഞങ്ങളുടെ ഒരു ടീ ടൈം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ പിന്നെയും ഫുഡ് ഒരു 9:30 10 മണിയാകുമ്പോൾ പിന്നെയും നമ്മൾ ഡിന്നർ കഴിക്കും. അതാണ് നമ്മളുടെ ഒരു ശീലം. അതങ്ങനെ ഞങ്ങളുടെ ശീലമായിപ്പോയി. ചില സമയത്ത് ഞങ്ങളത് മാറ്റം വരുത്താറുണ്ട് ഡയറ്റൊക്കെ ചെയ്യണ സമയത്ത്. പക്ഷേ പിന്നെയും ഈ ചങ്കരൻ തെങ്ങുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ പോലെ പിന്നെയും ബാക്ക് ടു അതിലേക്ക് തന്നെ വരും. ഈ ശീലിച്ച സംഭവങ്ങൾ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ അത് ഹംദാന് വേണ്ടിയിട്ടുള്ളത് ഞാൻ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹാറൂനോട് ചോദിച്ചപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ്. കാരണം അവൻ്റെ പനി സ്റ്റാർട്ട് ചെയ്ത ഒരു ഡേ ആയിരുന്നു അന്ന്. അപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത് കണ്ടിട്ട് അപ്പോൾ തന്നെ കൺട്രോൾ പോയിട്ട് അപ്പോൾ എനിക്ക് കഴിക്കാനുള്ളതും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. കോൾഡ് സ്ലോയും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പോൾ നിങ്ങൾ ഇതൊന്നും ട്രൈ ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. ബർഗർ ഞാൻ ഗ്രാൻഡിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് സോസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ബ്രോസ്റ്റഡ് ചിക്കനും കോൾഡ് സ്ലോയും എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഒരിക്കലും വിങ്സ് വാങ്ങിക്കരുത് കേട്ടോ. എപ്പോഴും ഒന്നെങ്കിൽ തൈസ് അതല്ലെങ്കിൽ ലെഗ് പീസ് മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ നോർമൽ ചിക്കൻ വാങ്ങിച്ചിട്ട് അത് ഫ്രൈ കട്ട് പറഞ്ഞിട്ട് അത് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വിങ്സ് ആയതൊഴിച്ച് ബാക്കിയെല്ലാം പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹംദാൻ കഴിക്കണ വീഡിയോ എടുക്കാൻ എനിക്ക് ക്ഷമയുണ്ടായിട്ടില്ല കേട്ടോ. കാരണം ചൂടനെ കഴിക്കുമ്പോഴാണല്ലോ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ്. അങ്ങനെ അവൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞാനും നന്നായിട്ടിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെ കഴിച്ചു. അങ്ങനെ രാവിലെ ഒരു 5:15 ആയിട്ടുണ്ട് കേട്ടോ. ഹംദാനെ ഞാൻ ഓൾറെഡി വിളിച്ചിട്ടുണ്ട്, അവൻ കുളിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ കൊടുത്തു വിടാനുള്ളതും ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം സെറ്റായിരിക്കണോണ്ടെന്ന് അങ്ങനെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഓയിലൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന എല്ലാ ചിക്കൻ പീസും അങ്ങനെ കോട്ട് ചെയ്ത് അതിലേക്ക് ഇട്ടൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അത്യാവശ്യം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ട് എല്ലാം കാലിയായി കഴിഞ്ഞപ്പോൾ കോൺഫ്ലെക്സും മൈദയുടെ മിക്സും എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാം പാകത്തിനായിരുന്നു കേട്ടോ. എല്ലാം കറക്റ്റായിരുന്നു, ഒന്നും ബാക്കി വന്നിട്ടില്ല. അങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം പാത്രങ്ങളുണ്ട് കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഹംദാന് 2 പീസും പിന്നെ കോൾഡ് സ്ലോയും ബർഗറും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്നാക്സായിട്ട് ബിസ്ക്കറ്റും പിന്നെ കുറച്ച് ബദാം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കോൺഫ്ലെക്സും കുറച്ച് അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 പേരെ കൂടി ഒരുമിച്ച് വിടാനാണ് കേട്ടോ രാവിലെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. 2 പേരുടെ യൂണിഫോം അയൺ ചെയ്യണം, ബാഗൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കും. നമ്മൾ പറഞ്ഞാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എടുത്തു വെക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ 2 പേരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കൽ അതും ഒരു വലിയ ടാസ്ക് തന്നെയാണ്. പിന്നെ ഇത്രയും 2 പേർക്കുള്ള ലഞ്ച് ബോക്സ് അതും റെഡിയാക്കണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് വെക്കണം. ഇതിപ്പോൾ ഹംദാൻ മാത്രം ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു പണിയില്ലാത്ത പോലെയാണ് കേട്ടോ. ഒരാൾ പനിയായിട്ട് വീട്ടിലിരിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും വേറെ. ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടും പനി അങ്ങോട്ട് വിടാൻ വേണ്ടിയിട്ട് പിന്നെ 2 ദിവസം എടുത്തിട്ട് അത്രയ്ക്ക് ആൾ ടയേർഡായിട്ടുണ്ടായിരുന്നു. കാര്യം ആൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, കഞ്ഞിയൊക്കെ കുടിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നേരത്തിന് ഭക്ഷണമൊക്കെ ചെല്ലുന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ആളത് ബാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾ വീട്ടിൽ പനി അസുഖമൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ എന്തായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ കണ്ടിട്ടും ആൾക്ക് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ തീരണ സമയമായി കഴിഞ്ഞപ്പോൾ ഒരെണ്ണം തന്നേക്ക് ടേസ്റ്റ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരെണ്ണം കഴിച്ചു. പക്ഷേ ആളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഭാഗം മാത്രമേ കഴിക്കുള്ളൂ. പുറത്തത്തെ സംഭവങ്ങൾ ഫുള്ള് അവിടെ ഇങ്ങനെ പിച്ചിയിടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ അവന് കഴിക്കാനായിട്ട് ഭയങ്കര കുറച്ച് പോർഷനേ ഉണ്ടായിട്ടുള്ളൂ. വിങ്സ് ആയത് കൊണ്ട് തന്നെ ഈ ഒരു കോട്ടിങ്ങിൻ്റെ ഭാഗം വരുന്നിട്ട് കൂടുതലും, അകത്തുള്ള ഭാഗം വളരെ കുറവായിരുന്നു. എന്നാലും അത് ഇഷ്ടമുള്ളവർക്ക് നല്ല ക്രിസ്പി ആയിട്ട് എടുത്ത് കഴിക്കാമല്ലോ കോട്ടിങ്.
അങ്ങനെ ഹംദാൻ പോയ ഉടനെ കുറച്ച് ചായയൊക്കെ വെച്ചിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സൂംബയുണ്ട്, ആസിമിനെയായിട്ട് പോകണം. ഇപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും നല്ല ചൂടാണ് കേട്ടോ, രക്ഷയില്ലാത്ത ചൂടാണ്. പിന്നെ അത്യാവശ്യം അങ്ങോട്ടേക്ക് നടക്കാനുണ്ട്, തിരിച്ചും നടക്കാനുണ്ട്. തിരിച്ച് വരുമ്പോൾ എന്തായാലും ഒരു 9:30 9:45 ആ ഒരു സമയമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡാവട്ടെ വീട്ടിലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കുറച്ച് നേരം ഇരിക്കാതെ തന്നെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. ആൾക്ക് പോണ വഴിക്ക് പൂവും ഇലയും കായും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതൊക്കെ പറിച്ച് നമ്മളങ്ങനെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ അത്യാവശ്യം വെജീസ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇനി അത് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇരുന്ന് ചീത്തയായി പോവും. ബ്രൊക്കോളിയും മഷ്റൂമും കോണ് കാര്യങ്ങളൊക്കെ കുറച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ വേവിച്ചതും കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ബ്രൊക്കോളിയൊക്കെ ഞാൻ വാങ്ങിക്കുമ്പോൾ ആദ്യത്തെ 2 ദിവസം ഉണ്ടാക്കും, പിന്നെ അതങ്ങനെ ഇരുന്ന് ഉണങ്ങി പോകാൻ തുടങ്ങും. അപ്പോൾ അതിന് മുമ്പ് തന്നെ അത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാ വെജിറ്റബിളും ചിക്കനും കാര്യങ്ങളൊക്കെ കൂടി വഴറ്റിയിട്ട് അപ്പോൾ അതേപോലെ എൻ്റെ ആ ഒരു സോസിൻ്റെ മസാല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് പാസ്ത വേവിച്ച് പാസ്ത ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഹാറൂന് കഞ്ഞിയാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ ഇത് കൂടുതൽ ഉണ്ടാക്കാൻ കാരണം വൈകിട്ട് സ്നാക്സ് ചായക്കും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിച്ചോളും, ഇഷ്ടമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തായാലും കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കും കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് വന്ന് ആദ്യമാണെങ്കിലും പാസ്ത എന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അത്യാവശ്യം കൂടുതൽ തന്നെ ഉണ്ടാക്കും. പാസ്ത വേവിച്ച് വെച്ചേക്കണ കണ്ടാൽ തന്നെ ആസിമ് വന്ന് ചേറിട്ട് മുകളിൽ കയറി ഓരോന്ന് എടുത്തുകൊണ്ട് പോയിട്ട് അങ്ങനെ കഴിക്കും കേട്ടോ. അപ്പം അങ്ങനെ വേഗം മിക്സ് ചെയ്ത ഒരാൾ പ്ലേറ്റൊക്കെ പിടിച്ച് താഴെ നിൽക്കുന്നുണ്ട്. പിന്നെ അവന് വേഗം തന്നെ ആക്കിയ പാട് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹാറൂന് കഞ്ഞി കൊടുത്തിട്ട് ഓൾറെഡി മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ബ്രോസ്റ്റഡ് 2 പീസ് ഇരിക്കണത്. അപ്പോൾ രാവിലെ തന്നെ ഞാനതാണ് കേട്ടോ കഴിക്കണേ. അപ്പോൾ കുളിക്കാനും ഒന്നും നിന്നിട്ടില്ല, കാരണം അത്രയ്ക്ക് വിശപ്പുണ്ട്. ചില ദിവസങ്ങളിൽ സുമ്പക്ക് പോയി വന്നിട്ടുണ്ടെങ്കിൽ ആനേനെ കഴിക്കാനുള്ള വിശപ്പാണ് കേട്ടോ. പോരുന്ന വഴിക്ക് 4 സ്ക്വയറിലോ ഗ്രേറ്റ് ഫുഡിലൊക്കെ കയറുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ വീട്ടിലെത്തുമ്പോഴത്തേന് നല്ല ടയേർഡാവും. അപ്പോൾ ഞാൻ ആ 2 പീസ് ചിക്കനും 1 പീസ് ബർഗറും കോൾസ്ലോയും ഒക്കെ എടുത്തിട്ട് അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. വീട്ടിൽ കോൾസ്ലോ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നമുക്ക് വയറും മനസ്സും നിറഞ്ഞ് കഴിക്കാൻ പറ്റി. കാരണം ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് തീരെ കിട്ടില്ല കേട്ടോ. ഇവിടെ എല്ലാവർക്കും കൂടി കഴിക്കുമ്പോൾ അങ്ങനെ കിട്ടാറില്ല, നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കാനായിട്ട് മറന്നും പോകും. അപ്പോൾ ബ്രോസ്റ്റഡൊന്നും ഇത്രയും പൈസയൊന്നും കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം, ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പേജ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.